വണ്ടിയിൽ സ്റ്റിക്കർ വർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മളിപ്പോൾ. എന്തായാലും ഇവിടെ ഇറക്കിലുള്ള വെള്ളമൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ആ പൈപ്പിൻ്റെ അവിടെയൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അത്ര വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇറക്കിൽ മാത്രമേ വെള്ളം കുറച്ചുകൂടി ബാക്കിയുള്ളൂ. അങ്ങനെ സ്റ്റിക്കർ വർക്ക് ചെയ്യാനായിട്ട് വണ്ടിയിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഒരു നെയിം വെച്ചിട്ടൊരു സ്റ്റിക്കർ അടിക്കാണ്ട്. അപ്പോൾ അതിന് ഷോപ്പിൽ പോകാൻ നിൽക്കിയപ്പോൾ അങ്ങനെ നമ്മളിവിടെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇത് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ വന്നപ്പോൾ ചെറിയ തിരക്കുണ്ടായിരുന്നു. ഒരു 2 പേരുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ചേട്ടൻ. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം. അങ്ങനെ ആ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ കാര്യം പറഞ്ഞു. യൂട്യൂബ് ചാനലുണ്ട്, പിന്നെ ഫേസ്ബുക്കിൻ്റെ പേജും. അപ്പോൾ അതിൻ്റെ ഒരു ലോഗോ ഉൾപ്പെടെയുള്ള 2 സ്റ്റിക്കറാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 സ്റ്റിക്കറാണ് നമ്മൾ അടിക്കണത് കേട്ടോ. ഒന്ന് ഫേസ്ബുക്കിൻ്റെയും പിന്നെ യൂട്യൂബിൻ്റെയും. ഇങ്ങനെ നടക്കായിട്ട് അങ്ങനെ കമ്പ്യൂട്ടറിൽ ഈ സ്റ്റിക്കർ അടിക്കാനുള്ള സെറ്റ് ചെയ്തതിന് ശേഷം പുറത്ത് വണ്ടിയിൽ ഏത് ഭാഗത്താണ് ഒട്ടിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ 2 സ്റ്റിക്കറായിട്ട് നമ്മളിപ്പോൾ അടിച്ചിട്ടുള്ളത്. ഒന്ന് ഫേസ്ബുക്ക് പേജിനും പിന്നെ ഒന്ന് യൂട്യൂബ് ചാനലിനും വേണ്ടിയിട്ട്. അങ്ങനെ അതിൻ്റെ ആ ഒരു പ്രിൻ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുന്ന ഒരു ജോലിയാണുള്ളത്. നമ്മളെ നെയിം പ്രിൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തെടുക്കുകയാണ് സെപ്പറേറ്റ് ആയിട്ട്. ഇത് ഞാൻ 2ാമത്തെ തവണയാണ് ഇങ്ങനെ വണ്ടിയിൽ സ്റ്റിക്കർ അടിക്കുന്നത്. ആദ്യം ചെയ്തത് എൻ്റെ പഴയ വണ്ടിയിലായിരുന്നു. അന്ന് എൻ്റെ പഴയൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പേര് ഒരു 2 വർഷം മുമ്പ് സ്റ്റിക്കർ ചെയ്തിരുന്നു. പക്ഷെ ആ ഒരു ചാനൽ ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ അതിന് ശേഷം 2ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ നമ്മൾ സ്റ്റിക്കർ അടിക്കണത്. അന്ന് ഈ ഷോപ്പിലല്ലായിരുന്നു കേട്ടോ, വേറൊരു പാലയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു അന്ന് സ്റ്റിക്കർ വർക്ക് ചെയ്തത്. സ്റ്റിക്കർ വെട്ടി കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വ്ളോഗർ SVH എന്ന് സ്പെല്ലിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുന്നിൽ തന്നെ യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു എംബ്ലവും പിന്നെ ഫേസ്ബുക്ക് പേജിൻ്റെ എംബ്ലവും, അത് രണ്ടും ഒട്ടിക്കുന്ന ഒരു ജോലിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റിക്കർ കട്ടിങ് ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. മുകളിലത്തത് യൂട്യൂബ് ചാനലിനുള്ള സ്റ്റിക്കറും താഴത്തത് ഫേസ്ബുക്ക് പേജിനുള്ള സ്റ്റിക്കറുമാണ്. അപ്പോൾ അതിൻ്റെ ലോഗോ ആണ് ഇപ്പോൾ ആ കളറിൽ കാണുന്നത്. അതിൻ്റെ ഒരു സൈസിന് വെട്ടിയെടുത്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ പേരിൻ്റെ നേരെ സെറ്റ് ചെയ്യണം. ഒരു പ്രത്യേക സൈസ് ഷീറ്റുകളൊക്കെയാണ് ഇതിൻ്റെ സ്റ്റിക്കർ അടിക്കുന്ന കടയാണല്ലോ, അപ്പോൾ അതിൻ്റെ പേരും ഒന്നും അറിയില്ല. അങ്ങനത്തെ ഒരുപാട് ഷീറ്റുകളൊക്കെ ഇവിടെ അങ്ങനെ കുറേ വെച്ച് കാണുന്നുണ്ട്, സ്റ്റിക്കർ വർക്കിനൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ കാണുന്നത് നമ്മൾ ഈ ഒട്ടിക്കാനുള്ള ആ ഒരു സ്പെല്ലിങ്ങും അതുപോലെ ലോഗോയും ഉണ്ടല്ലോ, അത് ഇപ്പോൾ ഈ വെച്ചിരിക്കുന്ന ഷീറ്റിന്മേക്ക് ഒട്ടിച്ചെടുക്കണം, അതിലേക്ക് പകർത്തിയെടുക്കുകയാണ്. പിന്നെ ഈ പകർത്തിയെടുത്തതിനെയാണ് നമ്മൾ ഈ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ഒട്ടിക്കുന്നത്. അപ്പോൾ കുറച്ച് മുമ്പൊരു ടാക്സി വാൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ ഇതുപോലെ ഓൾ കേരള പെർമിറ്റ് എന്ന് സ്റ്റിക്കർ ഒട്ടിക്കുന്നത് കണ്ടിരുന്നു ഞാൻ. അതും ഇതേപോലെ തന്നെയായിരുന്നു.
ആ ഡ്രൈവറുടെ ഡോറിൻ്റെ ആ ഒരു ഭാഗമുണ്ടല്ലോ, അപ്പോൾ അവിടെയാണ് അത് റൗണ്ടിലുള്ളൊരു സ്റ്റിക്കറായിരുന്നു ഓൾ കേരള പെർമിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സി വണ്ടിയിൽ. നമ്മുടെ വണ്ടിയിൽ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. വ്ളോഗർ SPH യൂട്യൂബും ഫേസ്ബുക്കും. അങ്ങനെ അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇത് ഗുരുവായൂരിനടുത്തുള്ള പഞ്ചാരമുക്ക് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഈ ഒരു ഷോപ്പുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.